ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. എന്നോടൊപ്പമുള്ളത് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ അയ്യപ്പൻകുട്ടിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അയ്യപ്പൻകുട്ടി തനിക്ക് കിട്ടുന്ന ഓണറേറിയം വാർഡിലെ പാവപ്പെട്ടവർക്ക് നൽകുകയാണ്. കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ ഓണറേറിയം പാവപ്പെട്ടവർക്ക് നൽകി, വാർഡിലെ പാവപ്പെട്ടവർക്ക് നൽകി. അതും സംബന്ധിച്ച് അയ്യപ്പൻകുട്ടി ശബ്ദ ന്യൂസിയോട് പറയുകയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കഴിഞ്ഞ ഒരു 20-ാം വയസ്സിന് മുതൽ ഞാൻ സാധാ ജോലിക്ക് പോകുന്നൊരു മനുഷ്യനായിരുന്നു. അതിൽ ജോലിക്ക് പോയി കിട്ടുന്ന വേതനത്തിൽ ഒരു നിശ്ചിത സംഖ്യ നമ്മളെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ 2020 നടന്ന ഇലക്ഷനിൽ നിരവധി വീടുകൾ കയറുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ കഷ്ടപ്പാടുകളും മരുന്നിനുള്ള ബുദ്ധിമുട്ട് അനുവദിക്കുന്നതും അങ്ങനെയുള്ള കഷ്ടപ്പാട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഓണറേറിയം നിർദ്ധരായി നിൽക്കുന്നവർക്ക് പിന്നെ പൈസ ആയിട്ടും മരുന്നായിട്ടും വിതരണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഭാഗമായി 2022 തന്നെ ചാലിയപ്പുറം ഹൈസ്കൂളിൽ വെച്ച് 200 പേർക്ക് ഇതിൻ്റെ ക്യാഷായിട്ട് വിതരണം ചെയ്തു. പിന്നെ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെടുന്ന നമുക്ക് പോയി വീടുകൾ സന്ദർശിക്കുമ്പോൾ തോന്നുന്ന അവർക്കും ഇങ്ങനെ ക്യാഷായിട്ട് നൽകി. ബാക്കി 3 വർഷത്തെ ഓണറേറിയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 11-ാം തീയതി അത് ബാക്കിയുള്ള പൈസ ഏകദേശം 3.25 ലക്ഷത്തോളം ഓരോ 200 പേരും ആൾക്കാർക്ക് നല്ലൊരു കമ്പിളി പതിപ്പും ബാക്കി ക്യാഷും ആയിട്ടാണ് വിതരണം ചെയ്തത്. ഇത് കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലുള്ളതാണ്. നമ്മളെ കൂടെ നിൽക്കുന്ന നിരവധി ആൾക്കാർ കഷ്ടപ്പെടുന്നവരുണ്ട്, മരുന്നിന് വകയില്ലാത്തവരുണ്ട്, പെൻഷന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പെൻഷൻ ഒരു മാസം മുടങ്ങിപ്പോയാൽ മരുന്നിൽ പീടികയിൽ കടം പറയുന്നവരുണ്ട്. ഇവരൊക്കെ നേരിട്ട് അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ പഞ്ചായത്ത് രാഷ്ട്രീയത്തിൽ തോന്നിയൊരു ആശയമാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അല്ല, അത് ഇലക്ഷനെ കണ്ടുകൊണ്ടൊന്നല്ല. നിരവധി ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇതൊരു തട്ടിപ്പല്ലേ, ഇതൊരു ഇലക്ഷനെ മുൻപ് നിർത്തി ചെയ്യുന്ന പരിപാടിയല്ലേ എന്ന്. ഇതിൻ്റെ ഇലക്ഷന് 2020 വന്നൊരു ആശയമാണ്. ഇങ്ങനെ എൻ്റെ വാർഡിൽ സ്ഥാനാർത്ഥിനെ കിട്ടാത്ത സാഹചര്യത്തിൽ നിരവധി ആൾക്കാർ നിർബന്ധത്താലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഈ വാർഡിലെ ഒരുപാട് ആൾക്കാരെ നേരിട്ട് വീടുകൾ കയറി പരിചയമുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ വിതരണം ചെയ്യാൻ 2 വീടുകളായി വിതരണം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. അത് നടപ്പാക്കി ചെയ്ത്. ഈ വാർഡ് മെമ്പറായിരിക്കും സ്വാഭാവികമായിട്ടും വാർഡിലെ എല്ലാ വീടുകളും കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അവിടെ പ്രയാസങ്ങളും നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഗസ്റ്റ് മെഡിക്കൽ കോളേജ് കിടപ്പിലായി. അയാൾ ആരും നോക്കാനോ ചികിത്സാനോ പാലിറ്റീവിൻ്റെ പ്രവർത്തകരും ആശാ വർക്കർമാരും പിന്നെ അതുപോലെ തന്നെ പൊതു സംഘടനൻ്റെ കനിവ് ചാരിറ്റിൻ്റെ വേലാതേട്ടൻ, അതുപോലെ തന്നെ സാരംഗി രഞ്ജിത്ത്, പിന്നെ അതുപോലെ തന്നെ ADS മെമ്പർ, ഇവരൊക്കെ സഹായത്താലാണ് ഞങ്ങൾ പിന്നെ അവരെ ശുശ്രൂഷിച്ച് ഒരു മാസത്തോളം മെഡിക്കൽ കോളേജിൽ നിന്ന് ആരും അവർ തിരിഞ്ഞു നോക്കാനില്ല. പുറത്തൊക്കെ വലിയ മുറിയായി നിന്ന് പിന്നെ അവരെ പൂർണ്ണമായി സംരക്ഷിച്ചു പോകുന്നത് നമ്മുടെ വാഴക്കാട് പാലിറ്റിയിലെ വനിതാ വിങ്ങിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരാണ്. അവരിപ്പോഴും അതുപോലെ തന്നെ അങ്ങനെ കിടപ്പിലായ ഇപ്പോഴും അവർ തുടർന്നിങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു കലക്ഷൻ എടുത്തിട്ട് 10-16 രൂപയുടെ കലക്ഷൻ എടുത്തിട്ട് അവർക്കൊരു വീട്, ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ് ആക്കി, യൂറോപ്യൻ ക്ലോസറ്റ് വിറ്റു, ടാങ്ക് ഫിറ്റ് ചെയ്തു, അതിന് വേണ്ട സജ്ജീകരണം എല്ലാം ചെയ്തു കൊടുത്തു. അതൊക്കെ ഈ പാലിറ്റീവിൻ്റെ വനിതാ വിങ്ങിൽ നിന്ന് കിട്ടിയൊരു നിർദ്ദേശപ്രകാരം ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്കത് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വേറൊരു കലക്ഷനൂടെ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആക്സിഡൻറ്റ് പറ്റി 2 പയ്യൻ ജോലിക്ക് പോകുന്ന കലക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇനി അവരെ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയ ആക്സിഡൻ്റാണ്. ജോലിക്ക് പോകാൻ എന്നെ പ്രയാസപ്പെടും. ഇപ്പോഴും കിടപ്പിൽ ആ രോഗിൻ്റെ അടുത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ പ്രേരണ അല്ല ഇതൊക്കെ ചെയ്യുന്നത്. സ്വയം മനസ്സിൽ തോന്നിയ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്വയം മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഏതായാലും ഇത്ര നേരം നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവെച്ചത് നന്ദി. നമസ്കാരം.